ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് 2024 നോബൽ പ്രൈസ് ജേതാക്കളുടെ പേരുകളും അവർ ഏത് ഫീൽഡിലാണ് അവർക്ക് ഈ പ്രൈസ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന നോട്ട്സൊക്കെ വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലിൻ്റെ നോട്ട്സാണ്. ഫ്രീ ആയിട്ട് നോട്ട്സും പിന്നെ ക്ലാസ്സസൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണത്. ആദ്യം തന്നെ ഫിസിക്സ് നോബൽ നോക്കാം. 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡൺ. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൺ. ഇത് ഇങ്ങനെ ഓർക്കാം, നമ്മൾ ഫിസിക്കൽ എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഫിസിക്കൽ CPO അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് ഫിസിക്കൽ ഉണ്ടാവും. ഫിസിക്കൽ എക്സാമുകൾക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല ഹോപ്പായിരിക്കും നമുക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസസ് കാണാം. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം എന്ന് നമ്മൾ പറയില്ലേ. ഹിൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു തടസ്സം അവിടെ ഉണ്ടാവും. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ജോൺ ജെ ഹോപ്ഫീൽഡ്, ജിഫ്രി ഇ ഹിൻഡൺ എന്നിവർക്കാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ്. 2024 ഫിസിക്സിലെ നോബൽ പ്രൈസ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് പുരസ്കാരം. എന്തിനാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക്. നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടല്ലോ, അതിന് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് ആ ഒരു ഡാറ്റ എന്തിനുപയോഗിക്കുകയാണ്? മെഷീൻ ലേണിങ്ങിന് ഉപയോഗിക്കുന്നു. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്നു. ഈ ഒരു കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഫിസിക്സിലെ നോബൽ പ്രൈസ് കിട്ടിയുള്ളത്. ജോൺ ജെ ഹോപ്ഫീൽഡ് USA-കാരനാണ്. ജിഫ്രി ഇ ഹിൻഡൺ UK-കാരനുമാണ്. മനുഷ്യൻ്റെ തലച്ചോറിനെ മാതൃകയാക്കി സൃഷ്ടിച്ച നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയത്. നമ്മുടെ ബ്രെയിനിനെ മോഡലാക്കിയിട്ട് അവരൊരു ആർട്ടിഫിഷ്യലായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് സൃഷ്ടിച്ചു ആദ്യം. പിന്നീട് അത് മെഷീൻ ലേണിങ്ങിന് ഉപയോഗിച്ചു. എന്താണ് ഈ മെഷീൻ ലേണിംഗ്? ഡാറ്റ ഉപയോഗിച്ച് യന്ത്രങ്ങളെ പഠിപ്പിക്കുക. കുറച്ച് ഡാറ്റാസ് കൊടുത്ത് അതിനനുസരിച്ച് യന്ത്രങ്ങളെ പഠിപ്പിക്കുക. കാണാനാകാത്ത ഡാറ്റ ഉപയോഗിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ ഓരോ ടാസ്കുകൾ ചെയ്യാൻ സജ്ജമാക്കുക. വ്യക്തമായിട്ട് റിട്ടൺ ആയിട്ടുള്ള അങ്ങനത്തെ വിവരങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഡാറ്റ ഉപയോഗിച്ച് ടാസ്കുകൾ ചെയ്യാൻ സജ്ജമാക്കുക. അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതങ്ങൾ വികസിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ മെഷീൻ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2024 ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ കിട്ടിയ 2 പേരാണ് ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡണും. മറക്കരുത്, ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻഡണും. AI-യുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന സയൻറ്റിസ്റ്റാണ് ജെഫ്രി ഇ ഹിൻഡൺ. AI-യുടെ തലതൊട്ടപ്പൻ എന്നൊക്കെ ഒരു വിശേഷണമുണ്ട് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ. അടുത്തത് വൈദ്യശാസ്ത്ര നോബലാണ്. മെഡിസിൻ വൈദ്യശാസ്ത്ര നോബൽ 2 പേർക്ക് തന്നെയാണ്. വിക്ടർ ആംബ്രോസും ഗാരി റൂക്കുൻ. വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൗക്കുൻ. ഇത് ഓർക്കാൻ ഇത്തിരി പാടാണ്. നിങ്ങൾക്ക് സ്വന്തമായി കോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഓർക്കാം. ബ്രോസ് എന്നുള്ള വാക്ക് നമ്മൾ ബ്രദേഴ്സിന് ചുരുക്കിയല്ലേ ബ്രോസ് എന്ന് പറയാം. അപ്പോൾ ഈ വൈദ്യശാസ്ത്ര നോബൽ കിട്ടിയ 2 പേര് ബ്രോസ് ആണെന്ന് ഓർക്കുക. ബ്രോസ്. ഗാരി റൗക്കുനും വിക്ടർ ആംബ്രോസും ബ്രോസ് ആണെന്ന് ഓർക്കുക. ബ്രോസ്. ഇവർ വാരിക്കൂട്ടി, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി. വാരി മീൻസ് പറഞ്ഞത് ഗാരി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗാരി ബ്രോസ് ആയുള്ള 2 പേര് അവാർഡുകൾ വാരിക്കൂട്ടി. അങ്ങനെ ഓർത്തോളൂ. വിക്ടർ ആംബ്രോസും ഗാരി റൗക്കുൻ. മൈക്രോ RNA-യുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് പുരസ്കാരം. മൈക്രോ RNA, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ മെസ്സഞ്ചർ RNA, mRNA, tRNA, rRNA മീൻസ് റൈബോസോമൽ RNA. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള RNAസും നമ്മുടെ ഓരോ സെൽസിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു RNA ആണ് മൈക്രോ RNA അഥവാ miRNA. ഈ മൈക്രോ RNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ എഡിറ്റിങ്ങിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ സ്റ്റഡി ചെയ്തത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ DNA-യുടെ കോപ്പി ഉണ്ടാവുന്ന പ്രോസസ്സാണ്. DNA-യുടെ കോപ്പി ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. ഇതൊക്കെ നമ്മുടെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മുടെ സെൽസിൽ നടക്കുന്ന പ്രോസസ്സാണ്. സോ നമ്മുടെ ബ്രോസ് വാരിയെടുത്തത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസാണ്. ഗാരി റൗക്കുനും വിക്ടർ ആംബ്രോസും. അവരുടെ സംഭാവന മൈക്രോ RNA-യുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും എന്നതാണ്. ഈ ഒരു പരീക്ഷണം അർബുദ ചികിത്സയിൽ വലിയൊരു വഴിത്തിരിവാകുമെന്നാണ് കരുതപ്പെടുന്നത്. 1 മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള സീനോറാബിഡിറ്റിസ് എലിഗൻസ് എന്ന ഇനം ഉരുണ്ട വിരകളിലായിരുന്നു ഇവരുടെ പരീക്ഷണം.
അടുത്തത് കെമിസ്ട്രി നോബലാണ്, രസതന്ത്ര നോബൽ. 3 പേർക്കാണ് കിട്ടിയത്. 3 പേര് പങ്കിട്ടു. ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള പേരുകളാണ്. ഡേവിസ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഇതെങ്ങനെ ഓർക്കാം? നമ്മൾ ബേക്കറിയിൽ, ചെറിയ കുട്ടികളൊക്കെ ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റൊക്കെ കാണും. ബിസ്ക്കറ്റ് കാണുമ്പോൾ അവർ സന്തോഷം കൊണ്ട് ജമ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ബേക്കറി എന്ന് പറഞ്ഞാൽ ഡേവിസ് ബേക്കർ, ഹസാബിസ് അതിനാണ് നമ്മൾ ബിസ്, അതിൻ്റെ ലാസ്റ്റിലെ ബിസ് എന്നുള്ളത് ബിസ്ക്കറ്റ് ആക്കി എടുക്കുക. പിന്നെ ജമ്പർ, ജമ്പർ എന്ന് പറഞ്ഞാൽ ജമ്പ് എന്ന് എടുത്താൽ മതി അതിനകത്ത്. അപ്പോൾ സന്തോഷം കൊണ്ട് ചാടും. ബേക്കറിയിൽ ബിസ്ക്കറ്റ് കാണുമ്പോൾ ചാടും. എങ്ങനെയുള്ള ബിസ്ക്കറ്റാണ്? നല്ല രസമുള്ള ബിസ്ക്കറ്റ്, അതാണ് രസതന്ത്രം. ഓക്കെ, സോ ഓർത്ത് വെച്ചോളൂ. ഡേവിഡ് ബേക്കർ, ഈ ഡേവിഡും ഡെമിസും മാറിപ്പോകണ്ട. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, രണ്ടിലൊരു സ് എന്ന് വരുന്നുണ്ട്. ഡെമിസ് ഹസാബിസ്. പിന്നെ ജോൺ ജമ്പർ. സോ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഡേവിഡ് ബേക്കർ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് ഡേവിഡ് ബേക്കറിന് അവാർഡ്. അതേസമയം ഡെമിസ് ഹസാബിസിനും ജോൺ ജമ്പറിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ. നമുക്കറിയാം ഓരോ പ്രോട്ടീനുകളും നിർമ്മിച്ചിരിക്കുന്നത് 20ഓളം വ്യത്യസ്ത അമിനോ ആസിഡുകൾ പല കോമ്പിനേഷനിൽ ചേർത്താണ്. 2003 ഡേവിഡ് ബേക്കർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 20 യൂണിറ്റിൽ പല കോമ്പിനേഷൻ വെച്ചിട്ട് പുതിയ ഒരു പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്യുന്നതിൽ വിജയിച്ചു. അതേസമയം 2020 ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും ചേർന്നിട്ട് ഒരു പുതിയ AI മോഡൽ അവതരിപ്പിച്ചു. അതിൻ്റെ പേരാണ് ആൽഫ ഫോൾഡ് 2. ആ മോഡൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 20 കോടി പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇവരുടെ ഈ പഠനങ്ങൾ ഉപയോഗിച്ച് ഭാവിയിൽ ഗവേഷകർക്ക് ആൻറ്റിബയോട്ടിക് പ്രതിരോധം നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പ്ലാസ്റ്റിക്കിനെ വിഘടിപ്പിക്കാൻ കഴിയുന്ന എൻസൈമുകൾ സൃഷ്ടിക്കുക, അതും ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരിക്കും ഭാവിയിൽ. അതിനൊക്കെ സഹായിക്കുന്ന ഒരു ക്ലൂ ആണ് ഇവരുടെ പഠനം. അടുത്തത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ്. സാഹിത്യ നോബൽ ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻ കാങ്. 1993 സോളിലെ ശീതകാലം എന്നൊരു കവിത ഉൾപ്പെടുന്ന കവിതാ സമാഹാരമാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 98 ആദ്യ നോവൽ ബ്ലാക്ക് ഡീർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യ നോവൽ ബ്ലാക്ക് ഡീർ. പിന്നെ അവരുടെ പ്രശസ്തമായ ഒരു നോവലാണ് ദി വെജിറ്റേറിയൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ദി വെജിറ്റേറിയൻ. ദി വെജിറ്റേറിയന് 2016 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിരുന്നു. ആദ്യമായാണ് ബുക്കർ പുരസ്കാരം ദക്ഷിണ കൊറിയയിൽ എത്തിയത്. മറ്റൊരു പ്രശസ്ത നോവലാണ് ഹ്യൂമൻ ആക്സ്. ഗ്രീക്ക് ലെസൺസ് എന്ന നോവലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ നോവലുകളുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദി വെജിറ്റേറിയൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ ആക്സ്, ഗ്രീക്ക് ലെസൺസ്, അതൊക്കെ അവരുടെ പ്രശസ്തമായ കൃതികളാണ്. ഈ ദി വെജിറ്റേറിയൻസ് എന്ന നോവൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് CV ബാലകൃഷ്ണനാണ്. സമാധാന നോബൽ 2024 ലഭിച്ചത് ജാപ്പനീസ് സംഘടനയായ നിഹാൻ ഹിഡാൻക്യോയ്ക്കാണ്. നിഹാൻ ഹിഡാൻക്യോ, അതാണ് സംഘടനയുടെ പേര്, നിഹാൻ ഹിഡാൻക്യോ. ആണവായുധങ്ങളില്ലാത്തൊരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഈ സംഘടനയുടെ ശ്രമങ്ങൾക്കാണ് സമാധാന നോബൽ ലഭിച്ചത്. ഹിരോഷിമയിലെ നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണത്തിലുള്ള അതിജീവിതരുടെ ഒരു സന്നദ്ധ സംഘടനയാണിത്. ഈ സംഘടനയുടെ മറ്റൊരു പേരാണ് ഹിബാക്കുഷ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ആക്രമണം നടന്ന് 11 വർഷത്തിന് ശേഷം 1956 സംഘടന രൂപം കൊണ്ടത്. നമ്മൾ പറഞ്ഞു നിഹാൻ ഹിഡാൻക്യോ എന്ന സംഘടനയുടെ മറ്റൊരു പേരാണ് ഹിബാക്കുഷ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ജപ്പാനിലെ അണുവികിരണത്തിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളെയാണ് ഹിബാക്കുഷകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ എന്നാണ്. അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ. അണുബോംബ് ഇട്ടതിൻ്റെ 80ാം വാർഷികമാണ് 2025 വരാൻ പോകുന്നത്. അടുത്തതാണ് സാമ്പത്തിക നോബൽ പുരസ്കാരം. അവസാനമായി പ്രഖ്യാപിക്കുന്നതാണ് സാമ്പത്തിക നോബൽ. 3 പേർക്കാണ് സാമ്പത്തിക നോബൽ 2024 കിട്ടിയത്. ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. നമ്മുടെ മൗഗ്ലി ഇല്ലേ, മൗഗ്ലിക്ക് 2 സണ്ണുകൾ ഉണ്ടായി എന്ന് ഓർത്താൽ മതി. സൺ മീൻസ് മക്കൾ, ആ രീതിയിൽ ഓർത്താൽ മതി. മൗഗ്ലി, ഡാരൻ അസമോഗ്ലു,
പിന്നെ സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും, 2 സണ്ണുകൾ. എന്താണ്? ജോൺസണും റോബിൻസണും. അസിമോഗ്ലു, ജോൺസൺ, റോബിൻസൺ. സാമ്പത്തിക നോബൽ 2024. എന്തിനു വേണ്ടിയാണ് നോബൽ കിട്ടിയത്? സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് നോബൽ കിട്ടിയത്. ചില രാജ്യങ്ങൾ സമ്പന്നവും മറ്റുള്ളവർ ദരിദ്രവുമാകുന്നതിൻ്റെ കാരണം ഇവർ വിശദീകരിച്ചു. ഇനി ഇവരുടെ കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത പുസ്തകങ്ങളുടെ പേരുകളാണ്. പവർ ആൻഡ് പ്രോഗ്രസ്, അവർ 1000 Year സ്ട്രഗിൾ ഓവർ ടെക്നോളജി ആൻഡ് പ്രോസ്പെരിറ്റി എന്ന ബുക്ക് എഴുതിയത് ഡാരൻ അസിമോഗ്ലു ആൻഡ് സൈമൺ ജോൺസൺ. ഒന്നുകൂടി പറയാം. പവർ ആൻഡ് പ്രോഗ്രസ്, അവർ 1000 Year സ്ട്രഗിൾ ഓവർ ടെക്നോളജി ആൻഡ് പ്രോസ്പെരിറ്റി. 2024 ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കാതറിൻ വോൾഫ്മാനോടൊപ്പം റഷ്യൻ ഓയിൽ ക്യാമ്പ് ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ഒരു വർക്കിംഗ് പേപ്പർ പ്രസിദ്ധീകരിച്ചത് സൈമൺ ജോൺസൺ ആണ്. മറ്റൊന്നാണ് ദ നാരോ കോറിഡോർ, സ്റ്റേറ്റ് സൊസൈറ്റീസ് ആൻഡ് ദ ഫേറ്റ് ഓഫ് ലിബർട്ടി എന്ന പുസ്തകം രചിച്ചത് ഡാരൻ അസിമോഗ്ലുവും ജെയിംസ് എ റോബിൻസണും. ആദ്യം പറഞ്ഞ പവർ ആൻഡ് പ്രോഗ്രസ് ആരൊക്കെ ചേർന്നായിരുന്നു? ഡാരൻ അസിമോഗ്ലുവും സൈമൺ ജോൺസണും ചേർന്നായിരുന്നു. ദ നാരോ കോറിഡോർ അത് എഴുതിയത് ഡാരൻ അസിമോഗ്ലുവും ജെയിംസ് എ റോബിൻസണും. പിന്നെ സൈമൺ ജോൺസൺ ഇതിനകത്തില്ലാത്ത ഒരാളുമായിട്ട് കാതറിൻ വോൾഫ്മാനോടൊപ്പം എഴുതിയതാണ് റഷ്യൻ ഓയിൽ ക്യാമ്പ് ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ വർക്കിംഗ് പേപ്പർ. ഓക്കെ, ഇത് മൂന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. സോ അത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.